അതപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ജോയാണ് അടുക്കളയ്ക്ക് കയറിയിരിക്കുന്നത്. ഇല്ല, ജോ ഉണ്ടാക്കിക്കൊണ്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നത് തന്നെ മനസ്സിന് നമ്മൾ കൊടുക്കണ ഒരു പോസിറ്റിവിറ്റിയാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നത്. ഉണ്ടംപുരി ഉണ്ടാക്കും, ഉണ്ടംപുരി ലോലിപോപ്പ് ഉണ്ടാക്കും. ഹായ് ഗായ്സ്, ജോയുടെ കട്ടപ്പണിയിലാണ് എന്ന് എല്ലാവരും അറിയിക്കണം. എന്താണ് അതപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ജോയാണ് അടുക്കളയ്ക്ക് കയറിയിരിക്കുന്നത്. കാരണം എന്താ, സമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നി. ജോയിനത് ഇഷ്ടപ്പെട്ടില്ല, കാരണം ബിക്കോസ് ഷീ ലവ്സ് കുക്കിംഗ് ആൻഡ് love to eat, love to arty like. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കിയേക്കണ കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയേക്കണ കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ കേരയാണത്. ഇസ് മേക്കിംഗ് ജോ ആൻഡ് ജോ ഇടിച്ച മുളക് തകർക്കുന്നുണ്ട്. ഇച്ചമുളക് മാത്രമേ ഉള്ളൂ, ഇച്ചിരി ഉപ്പുള്ളൂ, അതൊന്നും ഇടത്തില്ല. ഇച്ചിരി തേങ്ങ ഉപ്പാണ് വെക്കാനൊക്കെ ഉള്ളൂ. അറിയാമോ, ഒരാൾ കുളിച്ച് വരും, കുളിച്ചെന്ന് അപ്പം തന്നെ ഫീൽ ചെയ്യണം. സന്യമോള് കുളിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത്, അമ്മച്ച് കുളിപ്പിക്കണേണ്. അപ്പം കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പ്രായം നിർബന്ധം. അപ്പം അതുകൊണ്ടാണ് ജോയുടെ ഈ ഫാസ്റ്റ്നെസ്. പിന്നെ ജോ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആളെ കയറി ചെയ്യുന്നത് ജോന് ഇഷ്ടമല്ല. സയാ എന്താണ്ടൊക്കെ ഇടുന്നുണ്ട്, അറിയണ പോലെ. സത്യമാണെന്ന് അറിയാൻ പാടില്ല, അറിയും നിനക്കില്ലല്ലോ. പിന്നെ നടുവേനുണ്ട്. അത് നിങ്ങളോട് ഞാൻ പറയാതിരിക്കാൻ വയ്യ. എക്സ്ട്രീം ഒരു 3 years ആയിട്ട് ഉണ്ടായിരുന്ന നടുവേന കാര്യം പോലും എനിക്കില്ല. അതിന് റീസൺ സെയിൻറ്റ് തോമസ് ഹോസ്പിറ്റലിലെ സ്റ്റാനൽ ഡോക്ടറാണ്. ഇവൻ ആർക്കെങ്കിലൊക്കെ ഇവൻ ഡിസ്ക് ബൾജ്, ഇവൻ നടുവേദന എന്നല്ല, എന്ത് വേദന ഉണ്ടെങ്കിലും ചെന്നോ മാറിയിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ ഇതുപോലെ സ്റ്റോക്ക് ഉണ്ടാവും, അതാണ് അത് തിരുമണ്ട കാര്യം. ഇത് തരുമോ ജോനിന് തേങ്ങ അറിയില്ലല്ലോ, അതവിടുന്ന് ആവട്ടെ. ആ സമയം കൂടെ നമുക്ക് ഇച്ചിരി തേങ്ങ പാലിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പുളിയൊക്കെ എടുത്ത് കളഞ്ഞു. നമ്മളെ ഈ ഒരു ഷോട്ട് ശരിക്കും വീഡിയോയിൽ മാത്രമേ ചെയ്തേക്കുന്നത്. ശരിക്കും നിങ്ങൾ ഇപ്പോഴാണ് കണ്ടത്. അത് ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ജോ ഉണ്ടാക്കിയ കറി ഇതായിരിക്കും. അത് ആക്ച്വലി ഇവിടെ ചേച്ചി മമ്മിച്ചേക്ക് ഉണ്ടാക്കുന്ന കറികളായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കണം, ഷോ കാണിക്കണം. ജീലടാ കറി ടേസ്റ്റ് എടുപ്പിക്കും. ഹായ്, കൈ എന്താണ് നീരച്ചിരിക്കണം? കൈ കാണിച്ചു തരടാ. ചട്ടി നമുക്ക് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചട്ടിയുടെ ചൂടും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, കറിയുടെ രുചി തന്നെ മാറിപ്പോ. ഞാൻ കാണിച്ചു കത്ത സമയത്ത് നീ അത് വോയിസ് എടുത്തത്. ഇങ്ങനെ എടുത്ത് വേപ്പിൽ വെച്ച് കളക്കാം. വേപ്പിൽ ആക്ച്വലി ഇങ്ങനെ വെക്കണത് എന്തിനാണെന്നറിയോ? ഷോ അല്ല, ആ വേപ്പിലയുടെ രുചിയില്ലേ, പച്ച വേപ്പിലയുടെ രുചി മീൻകറിലേക്ക് വന്നാൽ ഫീൽ ഇട്ടായി. അതിൻ്റെ പൊന്നിനെ പാലുള്ളതാണ്. രാവിലെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ജോ റിസൈൻ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞു, കറി കഴിഞ്ഞു. റിസൈൻ ചെയ്യാനാണ്. അതുകൊണ്ട്
ഇനിയിപ്പോ ജോ അടുത്ത പ്രൊമോഷണൽ രീതിയിൽ ബേബിക്ക് പാല് കൊടുക്കാൻ പോവാണ് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരമീൻ ജോ വറുത്തതുണ്ട്. കേര വറക്കണം കൊള്ളൂലോ നിങ്ങള് തിന്നാത്തോണ്ടാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ കിടക്കാനുണ്ട്. ഈ കൊച്ചിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മോൻ കണ്ടോണ്ടിരിക്കണം, താഴെ കിടക്കാൻ പറ്റില്ല. വാർത്ത പറഞ്ഞോണ്ടിരിക്കണം. ഇവിടെ 2 ഉണ്ട്, 2 ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നതാണ്. പാപ്പൻ തിന്നണ്ടാ? അന്നപ്പോ നോക്കട്ടെ, അമ്മ വാരി തന്നെ നോക്കട്ടെ, പോയി തിന്നണ്ടേ. ആണോ? വേറെ ഞാണ്ടിപ്പോണ ആ അമ്പോ സെയിമാ. അപ്പൊ നമ്മള് മണി 2 മണിയായി. ഇവിടെ ഉച്ചക്ക് സാധാരണ ഇവിടെ അമ്മിച്ചല്ല, അപ്പൊ 2-ന് അമ്മിച്ച് പിടിച്ചതുപോലെ തന്നെ കഥയൊക്കെ പറഞ്ഞ് ഉറക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനെ മേടിച്ചിട്ടാ കുറച്ച് സമയം കാണിച്ചതാ. ഇപ്പൊ കഴിക്കണേ കഴിക്കണ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഒരു രക്ഷയില്ല, ജോ ഉണ്ടാക്കിക്കൊണ്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഗോവയ്ക്ക് ഞാൻ തിന്നില്ല, എൻ്റെ പേരിന് വേണ്ടി എടുത്തിട്ടുണ്ട്. എൻ്റെ റിയൽ എക്സ്പീരിയൻസ് ഞാൻ കാണിച്ചതാണ്. സാധാരണ ഞാൻ ഈ ചാറ് ഇങ്ങനെ ഇട്ട് കഴിക്കാറില്ല, ഞാൻ ഒരു മസാല വിരോധിയാണ്. പക്ഷേ സൂപ്പർ. അതിനിപ്പം സാധനം മീനൊക്കെ കഴിച്ചില്ലേ മീൻ വെക്കും, അത് ചാറിടും, എന്നിട്ട് ഇത്രയും ഗോവയ്ക്ക് എടുക്കും, പിന്നെ കുഴച്ച് കഴിച്ചപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീടിൻ്റെ അടുത്തുള്ള ഐസ്ക്രീമിൽ വന്നിട്ട് ഐസ്ക്രീം കയറുന്ന ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മജം ഞാൻ തോന്നുന്നുണ്ടോ എന്നാൽ അതൊരു രോഗം വന്നാൽ ജോ പറഞ്ഞ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ ഉറക്കമാണ്, നല്ല ഉറക്കമാണ്, തിരിച്ചു വന്നിട്ടും ഉറക്കമാണ്. എന്നാൽ ഉറക്കാണ്ട് കയറ്റിയ സായാനും അമ്മ അവിടെ കിടക്കുന്നുണ്ട്. സേറമോൾ അമ്മിച്ചെടുത്ത് ഉറങ്ങി, ഈ കുരുത്തം കേട്ടന്നെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഉച്ചക്കത്തെ ജോല അല്ല, രാവിലെ ജോ കയറി ഉച്ചക്ക് തകർപ്പന് കറികളൊക്കെ ഉണ്ടാക്കി ഇറങ്ങി. അത്രയും ഗാർഡിനുള്ള ആൾക്കാർ. ഇപ്പൊ അമ്മച്ചുണ്ടാക്കി ഞാനും പറയും ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന്, ചേട്ടൻ പറയും, ഫസ്റ്റ് പറയും. അതുപോലെ ചേട്ടൻ ഉണ്ടാക്കിയാൽ ഞങ്ങൾ പറയും ഒന്നും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും. പക്ഷെ ഉണ്ടാക്കിയ സാധനം നല്ലതാണെങ്കിൽ അത് നല്ലതെന്ന് പറയും. അതൊരു നല്ലൊരു നല്ല ശീലമാണ്. ഞാൻ വിചാരിച്ചത് ചീത്തയാണെങ്കിൽ പറയരുതെന്നാണ് വിചാരിച്ചത്. പക്ഷെ ചീത്തയാണെങ്കിൽ നമ്മൾ ചീത്തയാണെന്ന് പറയണം, എന്നാലേ അവർ നന്നാവുള്ളൂ. നമ്മുടെ സൈക്കോട്ടിന് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അമ്മ ഇന്നലത്തെ പോലെ ഒരു സാധനം ഉണ്ടാക്കണ കൊച്ചിന്. അപ്പൊ സൈക്കോട്ടൻ അപ്പൊ സോ എന്തുണ്ടാക്കണ ചായ വെച്ചു ഇത് വേണ്ട, ഇതുണ്ട് പച്ച കളറും കൂടെ കുഴക്കാൻ പോവാണ് ഗൈസ്. എന്താ ഉണ്ടാക്കണ നീ പറഞ്ഞ ചീന കഴിട്ട് കുഴക്കണം. നല്ലോണം വൃത്തിയാക്കട്ടെ ഗൈസ്. ആസ് യൂഷ്വൽ സൺഡേ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കുറച്ച് നാളായിട്ട് കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്കിപ്പോൾ എല്ലാ ദിവസവും ഒരു ചേച്ചി ഇവിടെ വരണ കാരണം ഞങ്ങൾക്ക് കുക്കിങ്ങേ ചെയ്യാറുണ്ടായിരുന്നില്ല. എന്നൊന്ന് കുക്കിംഗ് ചെയ്തപ്പോൾ പഴയ നമ്മളൊക്കെ തിരിച്ചു വന്നോളത്തൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കറിയൊക്കെ വെച്ചതൊക്കെ നല്ലത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കുക്ക് ചെയ്യുക എന്നുള്ളത്. സൈ ഇവിടെ ബോറടിക്കണ്ട ഞാൻ പറയുന്നത്. സൈക്കോട്ടിന് പാൽ കുടിക്കണ്ടേ, സൈൻ്റെ ദേഷ്യം വന്നിരിക്കുന്നത്, ഞാൻ ചായയും കുടിക്കുന്നുണ്ട്. അപ്പോൾ സൈക്കോട്ടി ഇപ്പോൾ ഒരു സ്വീറ്റും കഴിക്കും. അപ്പം ഞാൻ വിചാരിച്ച് സൈക്കോട്ടിന് ഇന്നലെ ഒരു സ്വീറ്റ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആദ്യം ഇട്ട സൈക്കോട്ടിനത് തിന്നണത്. ഇന്ന് സൈക്കോട്ടിന് ഉണ്ട ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടല്ലോ ഇഷ്ടം. ലോലിപ്പോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, നല്ലൊരു സൺഡേ ആയിരുന്നു. രാവിലെ കുറച്ച് പ്രഷറൊക്കെ ഉണ്ടെങ്കിലും, കാരണം പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അതിൻ്റെ തലക്കുപിലാന്ത് കുറച്ചുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തുടങ്ങിയല്ലോ ചേച്ചി പറയാം. നേരത്തേക്ക് ചേട്ടൻ എൻ്റെ അടുത്ത് തിരിച്ച് നല്ലോണമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുടുംബകല പോകുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല, കുറച്ചൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുണ്ട്. സോ പ്രൗഡ്.
പ്രൗഡ് മൊമെന്റ് ആയിരുന്നു അതൊക്കെ. ഇതെന്ത് പറഞ്ഞിട്ട് മോം തെളിയണില്ലല്ലോ. ഇല്ല ഗൈസ്, ഇന്നാണ് രാവിലെ 2 വഴക്കുണ്ടാക്കിയ. രാവിലെ വഴക്കുണ്ടാക്കിയ, അതുകൊണ്ട് ഞാൻ വഴക്കുണ്ടാക്കിയ കണ്ട. അതായത് ഞാൻ എന്ത് പറഞ്ഞാലും ഈ വഴക്കുണ്ടാക്കണത് അവസാനം കിച്ചൻ്റെ വാകാരണമാണ്. അപ്പം ഞാൻ കുറച്ച് ടൈം കഴിയുമ്പോൾ ഉണ്ടംപുരി ഉണ്ടാക്കും. ഉണ്ടംപുരി, ലോലിപ്പോപ്പ് ഉണ്ടാക്കും. ലോലിപ്പോപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തിന്നിട്ട് ഗുഡ് ബോയ് ആൻഡ് ഗുഡ് ഗേൾ ആണെങ്കിൽ നമ്മളൊരു ചെറിയ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ഇന്ന്, അല്ലേ? ആ ഓക്കെ ഗൈസ്. സൈക്കോട്ടിന് പാല് നോക്കിയത് മതിയായിട്ട് സൈ ഒറ്റക്ക് വന്നിട്ട് പൊടിയിട്ട് ഉണ്ടാക്കി, പാലുണ്ടാക്കി പൊടിയിട്ട് ഒറ്റക്ക് ഇലക്കി കുടിക്കാൻ വേണ്ടി പോണേ ഗൈസ്. അപ്പം ഞാൻ സൈക്കോട്ടിന് എപ്പോഴും പാല് കുടിക്കാൻ നേരത്ത് വെറുതെ ഉള്ള പാല് കുടിക്കില്ല. അപ്പം അതിന് വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പൗഡർ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഹോർലിക്സ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ പീഡിയാഷ്യൂറായി ഹോർലിക്സ് കൊള്ളൂല എന്ന് പറഞ്ഞു. പിന്നെ എല്ലാ പ്രൊഡക്ട്സും കൊള്ളൂല എന്നുള്ളതിന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടായല്ലോ ബേബി പ്രൊഡക്ട്സിൽ തന്നെ. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ പരിപാടി വന്നു, ആ ഒരു ന്യൂസ് കേട്ടതോടെ എല്ലാത്തിലുള്ള വിശ്വാസം ഇല്ലാണ്ടായി. അങ്ങനെ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിക്കാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് റീൽസൊക്കെ കണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഐഡിയാസൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഹെൽത്ത് മിക്സ് ആണ്. ഹെൽത്ത് മിക്സ് എന്ന് പറയാൻ പാലിൽ കലക്കി കുടിക്കാൻ വേണമെങ്കിൽ വാം വാട്ടറിലോ ഒക്കെ നമുക്കിത് കലക്കി കുടിക്കാം. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർ കുടിച്ചാലും നല്ല എനർജി ഉണ്ടാവും. സൈക്കോട്ടിനും സാറൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലേവർ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എല്ലാം. കാഷ്യൂസ്, പിസ്ത, രാഗി. ഇത് രാഗി മാൾട്ട് അല്ലേ? രാഗി മാൾട്ടാണ് ആക്ച്വലി. മുളപ്പിച്ചതാണ്. അപ്പോൾ സ്പോട്ടഡ് രാഗിയും കൂടെ ആയതുകൊണ്ട് അറിയാമല്ലോ അതിൻ്റെ ഗുണങ്ങളെ നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ സൈക്കോട്ടിനൊക്കെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടാണ്. സോ സങ്കടമാണ് എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കാണ്ട് ക്ലാസ്സിൽ പോകുന്നത്. അപ്പം ഇത് ഒന്ന് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും എനർജി ഉണ്ടാവും. സോ ഇപ്പം അങ്ങനെയല്ല ഫുഡ് കഴിക്കുന്നുണ്ട്. അതിനോട് ഇതുപോലെ ഒരു പാല് മോർണിംഗോ നൈറ്റോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ന്യൂട്രിയൻസ് ഒരു ദിവസം ആ കുഞ്ഞിന് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. സോ ആർക്കെങ്കിലും ഇതുപോലെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ പേരുള്ളവരൊക്കെയാണ്, ഉണ്ടാക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയോ വേണമെങ്കിൽ ഞാൻ നമ്പറും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ, വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ സോ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ എൻക്വയറി ചെയ്തോളൂ. വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു കളറായിരിക്കും നമ്മുടെ പാലിൽ ആ ഒരു രാഗി സ്പോട്ടഡ് രാഗി മാൾട്ട് ഇട്ട് കഴിയുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഹെയർ ഡ്രിങ്ക് ആയിരിക്കും. നീ എന്തായാലും മല വിളിച്ചും പാത്തും കളിക്കണ ഏതെല്ലാം മരുന്ന് ഈ എല്ലാം മരുന്ന് പിടിച്ചു വേണം നോക്കാൻ. അല്ലെങ്കിൽ നമ്മളിപ്പ സൺഡേ ആയതുകൊണ്ടും ഇന്ന് കട്ടപ്പണി ആയതുകൊണ്ടും യെസ് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഡെയിലി പോകണ്ട റിഫ്രഷിന്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ മനസ്സിന് നമ്മൾ കൊടുക്കണ ഒരു പോസിറ്റിവിറ്റിയാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിയാണോ? അതേപോലെയുള്ള പുറത്തു പോണതല്ലേ? അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എവിടെയെങ്കിലും കിടക്കണം. പക്ഷെ ഒരിക്കലും കിടക്കില്ല. അതാണ് കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ബാക്ക് സീറ്റിലേക്ക് പോയിരിക്കും. കൊച്ചാശ്വാസം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എനിക്കിഷ്ടം സൈക്കിട്ടാണ്. ഞാൻ അവനും ഞാൻ കുളിക്കണമെന്ന് പറഞ്ഞാണ്. സൈക്കിട്ട് അമ്മ കുളിച്ചിട്ട് സൈക്കിട്ടും ഗൈസ്. അപ്പൊ ജോടെ കൂളിയൊക്കെ കഴിഞ്ഞു. ജോ റെഡി ആവണാണ്. ജോ അരപ്പട്ടൊക്കെ കെട്ടുന്നുണ്ട് അല്ലേ ജോ? ബേബി ഉള്ളവർക്ക് ഇതൊരു അരപ്പട്ടാണ്, പക്ഷെ അമ്മമാർക്ക് ഇതൊരു ബഡ് ബേബിയാണ്. സൂപ്പറായിരുന്നല്ലേ അത്? എവിടെ പോണാണ് ഗൈസ്? എവിടെയും കറങ്ങാൻ പോണ ഗൈസ്?
ലുലു മാൾ. അപ്പൊ നമ്മള് ഇറങ്ങി. മണി ഇപ്പോ ഏകദേശം 7 മണി ആയിട്ടുണ്ട്. ജോ വരുന്നുണ്ട്, റെഡിയായി. അതിനൊക്കെ എങ്ങനെയെങ്കിലും ഓടിയാ മതി, ചൂട് സഹിക്കാൻ വയ്യ. ജോ തന്നെയാണ് ഗൈസ്, ചൈനക്കാരിയെ പോലെ. ഗൈസ് നമ്മളപ്പ ലുലു മാളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ലുലു മറ്റേ റംസാൻ നോമ്പ് തുറ കൗണ്ടറൊക്കെ അവിടെ. ജോയ് ഇവിടെ നിന്ന് പിടിക്കണുണ്ട്. അമ്മ എന്താ ചിക്കനാ മോളെ? ഗൈസ് അപ്പൊ നമ്മള് ലുലു മാളിൽ എത്തിയിട്ടുണ്ട്. ലുലു മാളില് ചെങ്കായ് കുറെ 2 ടൈപ്പ് തന്നെ കേട്ടാ. അപ്പൊ ജോയും അമ്മിച്ചൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണേ ഉള്ളൂ. കാരണം പിള്ളേരായിട്ട് ഇറങ്ങാന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക്. ഗൈസ് ഇത് കണ്ട ഓരോ പെണ്ണുങ്ങളെ ജോ കാണിച്ചെന്നെ ഗൈസ്. എന്താണ് കുജക്? യെസ്. എന്താടാ? അപ്പൊ നമ്മളിപ്പോ ലുലുവിന്റെ വാവ് ചിക്കൻ കഴിക്കാണ്. ജോ വാവ് ചിക്കനിൽ എന്താ കഴിക്കാണ്ട് പോണ? ചിക്കൻ അറബിക് ബണ്ണും. ഇത് കഴിയുമ്പോ ഹെവി ആയിട്ട് പുറത്തുനിന്ന് വേറെ. വിശക്കണില്ല എന്ന് പറഞ്ഞിപ്പോ വിശക്കാൻ തുടങ്ങി. കളിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതാണ് അതിനു വേണ്ടി ഇങ്ങോട്ട് വന്നത് തന്നെ. ലാസ്റ്റ് നമ്മുടെ ഫുഡ് വന്നു. നമ്മൾ വാവ് ചിക്കനിൽ നിന്ന് പറഞ്ഞത് അറബിക് ഗ്രില്ലും 2 ബണ്ണും. കൊള്ളാവോ? ഇതിലും നോക്കില്ല. കഴിച്ചിട്ട് അത് രുചി കൊള്ളാം. Wow, 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 wow. Wow. ചാച്ചി പറഞ്ഞോ കേട്ടാ. Cha-cha, cha-cha, cha-cha. കേറിക്കോ. കുഞ്ഞിപ്പെണ്ണാണ്. കുഞ്ഞിപ്പെണ്ണാണ് അമ്മയുടെ പെണ്ണ്. ഓൾവേസ് ഞങ്ങൾ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷനാണ് ഞങ്ങളെ ഫലൂഡ നേഷൻ. കിച്ചൻ്റെ ഓൾവേസ് ഫേവറേറ്റ് റോയൽ ഫലൂഡ. ജ്യോതി മുറുക്കാച്ചി ബിരിയാണി. പിന്നെ മുറുക്കാച്ചി എവിടെ സ്ഥലം? സയു
എന്താ സൈന് വേണ്ടത്? മറ്റേ പാട്ട് പാടുക മായ അത് പാടേ. ഐസ്ക്രീം ഇല്ല സൈൻ ഐസ്ക്രീം ഇല്ല. അമ്മിച്ച ഉറങ്ങി. കൊടുത്തേക്കല്ലോ തന്നെ അത്രയും കൊടുത്തേക്കട്ടെ. സേറാ പൈസ ഒന്നുമില്ല. ചെറിയ പാട്ടോടോ. ചേട്ടൻ എന്ത് പാടിയതാണ് അതുപോലെ പാടണം. നല്ല കുട്ടി. ജോ പറഞ്ഞേക്കണ ചായ ഗ്ലാസ് തന്നെ സിയമ്മി എന്നാ പറയണത്. ഞാൻ എൻ്റെ റോയൽ ഫെലുഡ പിള്ളേടെ ബണ്ണി മിസ്റ്റർ ബണ്ണി. അമ്മിച്ച ഉറങ്ങുകയാണ് ഗൈസ്. ഉറങ്ങിക്കൊണ്ടതില്ല. ഇത് വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പം നിങ്ങൾക്കും ഞങ്ങളോട് നിങ്ങളെ എൻജോയ് ചെയ്യായിരിക്കുന്നു. സോ ഹാവ് എ നൈസ് ഡേ. ബൈ.